എന്തുകൊണ്ട് ഒരു വ്യക്തി അതായത് ഒറ്റൊരു ചാനൽ ഇങ്ങനെ എന്നെ ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അവരുടെ ഉദ്ദേശം എന്താണ്? ചിലവര് നമ്മടുത്ത് പറഞ്ഞു വീഡിയോ ഞാൻ വേണമെങ്കിൽ എടുത്തരാം, നിങ്ങൾ അതിനു വേണ്ടി റിയാക്ട് ചെയ്യണം. കുരക്കുന്ന പട്ടീന്റെ ബാക്കിൽ പോയിട്ട് ശീലില്ല കഴിച്ച അങ്ങനത്തെ അങ്ങനെയാണ് എത്ര എണ്ണത്തിനൊക്കെ റിയാക്ട് ചെയ്യണം. അത് മടുത്തു. ഇഷ്ടമില്ലാത്ത കാണിച്ചാലും വേറെ ദേഷ്യപ്പെടും. അത് എല്ലാ ഹസ്ബൻഡും അങ്ങനെ തന്നെ. ഇഷ്ടമില്ലാത്ത കാണിച്ചാൽ അവർ ചൂടാവും. പക്ഷെ എൻ്റെ ഒരു ഇതിൽ വന്നിട്ട് വേണം എനിക്ക് എന്ത് ഇഷ്ടമുണ്ടോ അതെല്ലാം വാങ്ങിച്ചേ. എനിക്കപ്പോൾ നല്ല വിഷമമുള്ളതുണ്ട്. കാരണം ഇങ്ങനെ കമന്റ്സ് വായിക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കലുണ്ട്, പഠിത്തം എന്താക്കിയിട്ട് മേനത്തിന് അനുഭവിക്കുന്നത് ഉള്ളത് എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുള്ളതുണ്ട്. അതായത് ഈ രണ്ടാമത് റിഫ കഴിഞ്ഞിട്ട് രണ്ടാമത് മെഹനാസിന്റെ അരികിലേക്ക് എത്തിയ ഈ പെൺകുട്ടിയും മെഹനാസിന്റെ അതിക്രമത്തിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ എന്നുള്ള പാരലൽ വേൾഡിൽ നടക്കുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് 3 ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ഒന്ന് മെഹനൂസ് ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള റിഫ മെഹനു, അറിയാമല്ലോ, അവർക്കൊന്നും ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. മെഹനുവും അവരുടെ സെക്കൻഡ് വൈഫായിട്ടുള്ള സഫ മെഹനുവും കൂടി ഒരു ഇടവേളയ്ക്ക് ശേഷം അവർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെന്തോ എവിടേക്കോ പോകുന്നൊരു സർപ്രൈസ് കൊടുക്കുകയോ എന്തോ എവിടേക്കോ പോകുന്നൊരു വീഡിയോ ആണ്. ആ വീഡിയോൻ്റെ ഇൻട്രോ കൊടുത്ത സമയത്ത് റോട്ടിൽ നിന്നിട്ട് അവർ കൊടുത്ത ഇൻട്രോയിൽ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് ക്ലിപ്പിൽ നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഇതാരെയാണ് അവർ റെഫർ ചെയ്യുന്നത്? അതായത് കുറേ ഒരു പ്രത്യേക ചാനൽ അവർ പുറകെ കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മെഹനു സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ കേസ്, പഴയ റിഫയുടെ കേസ് ഇപ്പോഴും കോടതിയിൽ നിൽക്കുകയാണ്. അതാണ് എനിക്ക് മനസ്സിലാവാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറയുന്നൊരു പ്രത്യേക ചാനൽ ഇവരെ പുറകെ കൂടിയിട്ടുണ്ട്, അവരൊക്കെ ബുദ്ധിമുട്ടിക്കുകയാണ്, എന്ത് റീസൺ കൊണ്ടാണ് ഈ ചാനൽ പുറകെ കൂടി എന്നുള്ളത് പറഞ്ഞു. ഈ ചാനൽ ഏതാണെന്നുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാം. അത് പബ്ലിക് കേരളയാണ്, ഖാദർ കരിപ്പൊടിയുടെ. ഖാദർ കരിപ്പൊടി ഈ റിഫയുടെ കുടുംബമായിട്ടും അവരുടെ അമ്മയായിട്ടും അവരുടെ കുട്ടിയായിട്ടൊക്കെ വളരെയായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അവരുടെ ഒരു വെൽവിഷറാണ്. അവരുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പേഴ്സണലി പുള്ളി ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെഹനു എന്ന് പറഞ്ഞുള്ള വ്യക്തിക്കും ഈ പുതിയ രണ്ടാമത്തെ ഭാര്യയുടെ സഫയ്ക്കും ഡെഫിനറ്റ്ലി ഈ ചങ്ങാതി ഒരു ശത്രു ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു ലോങ് ഇടവേളയ്ക്ക് ശേഷം ഒരു വീഡിയോ കൊണ്ടുവരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യാതിരുന്നത് എന്നുള്ള എക്സ്പ്ലനേഷൻ അവർ ആ ഫസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അതിന് റീസൺ അവർ പറഞ്ഞത് അവർ മൊബൈൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ, വാട്ട് എവർ, എന്ത് റീസൺ ആവാം. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കൂടി ഇതുപോലുള്ള കാര്യങ്ങൾ കുത്തിക്കയറ്റുന്ന സമയത്താണ് ഇത് ഒരു ചർച്ചാ വിഷയമാവുന്നതും നമ്മളെപ്പോലുള്ള ആൾക്കാർ അത് എടുത്തു വെച്ചിട്ട് കോണ്ടന്റ് ആക്കുന്നതും. വളരെ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേർഡ് ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഈ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ മെഹനു എന്ന് പറഞ്ഞ വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇൻസ്റ്റാഗ്രാമിലെ ഒരു സ്റ്റോറിയാണ്, വി ഗോട്ട് സെപ്പറേറ്റഡ്, നോ മോർ ക്വസ്റ്റ്യൻസ്. അതായത് ഇവനും ഇവൻ്റെ രണ്ടാമത്തെ വൈഫും തമ്മിൽ പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഖാദർ ഒരു വീഡിയോ ചെയ്തിരുന്നു. പുള്ളി ഒരു കുറച്ച് സോഴ്സസ് പുള്ളി വെളിപ്പെടുത്തുന്നില്ല. ഈ രണ്ടാമത്തെ സ്ത്രീക്കും പിന്നെ നേരിട്ടത് കൊടും പീഡനമാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് എന്നും പറഞ്ഞിട്ട് ഖാദർ കരിപ്പൊടി ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ ആ വീഡിയോൻ്റെ പോർഷൻ ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഗതി ആണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായി വരുന്നത്. കാരണം ഇവർ ഈ രീതിയിൽ ഇൻട്രോ കൊടുത്തോണ്ടാണ്. ഈ ഫാമിലി വ്ളോഗേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അവരുടെ എൻ്റർടൈൻമെൻറ്റ് ചാനൽസ് ആണെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് തന്നെ വെക്കുക. ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതിന് മറുപടികൾ ഉണ്ടായിരിക്കും, ഡിസ്കഷൻസ് എന്തായാലും വരും, വരാതിരിക്കില്ല. എന്താണെങ്കിലും അവരുടെ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുന്നേ എന്തായിരുന്നു അന്നത്തെ ഇഷ്യൂ, ലാസ്റ്റ് ഇത് എവിടെ നിന്നു, എന്തുകൊണ്ടാണ് ഇവർ ഈ മെഹനു ഇങ്ങനെ ഒരു വർത്തമാനം പറയുക, ഒരു ചാനൽ എൻ്റെ പുറകെ കൂടുന്നുണ്ട്, ഖാദർ കരിപ്പൊടിനെ ഒരു നായയായിട്ട് കൂടി ഒരു പട്ടിയായിട്ട് കൂടി ഉപമിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ഖാദറിൻ്റെ ലാസ്റ്റ് വീഡിയോൻ്റെ ചെറിയൊരു പോർഷൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം കേട്ടോ. ഞങ്ങൾ വേർപിരിയാണ്, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനിയൊരു ചോദ്യവും ആരും ചോദിച്ചു പോകരുത്. മെഹനാസ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു സ്റ്റോറിയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. റിഫയ്ക്ക് ശേഷം മെഹനാസിന്റെ ജീവിതത്തിലേക്ക് വന്ന ആ പെൺകുട്ടിയുമായിട്ട് ഞാൻ ഇനി ബന്ധത്തിലില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇല്ലാതെ സ്റ്റോറി ഒന്നും ഇടില്ല, തമാശക്ക് അങ്ങനെ പറയത്തുമില്ല. കാരണം എത്രയോ ദിവസങ്ങളായിട്ട് ഒരു ഫോട്ടോ ഇല്ല, ഒരു വീഡിയോ ഇല്ല, എന്തോ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരു വേർപിരിയലിൽ ഞാൻ എന്തിനിടപെടുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചു. അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാം. ഞാനൊരു സ്രോതസ്സിൽ നിന്നാണ് അറിഞ്ഞത്. ആ പേരോ അല്ലെങ്കിൽ
ആ വ്യക്തിയുടെ വിവരമോ ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല. അതായത് ഈ രണ്ടാമത് റിഫ കഴിഞ്ഞിട്ട് രണ്ടാമത് മെഹനാസിന്റെ അരികിലേക്ക് എത്തിയ ഈ പെൺകുട്ടിയും മെഹനാസിന്റെ അതിക്രമത്തിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതായത് രാത്രിയിൽ റൂമിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ലഭിച്ച ഒരു വിവരം. അത് ഈ പെൺകുട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാളോട് പറയുകയും ആ വേണ്ടപ്പെട്ട ഒരാള് മറ്റൊരാളോട് പറയുകയും ചെയ്തതാണ്. ഈ രണ്ടുപേരുടെയും പേരോ കാര്യങ്ങളോ ഞാൻ പറയാൻ തയ്യാറാവുന്നില്ല. എനിക്കത് പറയാനും താല്പര്യമില്ല. പക്ഷെ അത് ഞാൻ ജനങ്ങളോട് പങ്കുവെക്കാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല, മറിച്ച് റിഫയ്ക്ക് എന്താണോ സംഭവിച്ചത്, റിഫയ്ക്ക് എന്തായിരുന്നോ മെഹനാസിൽ നിന്നുണ്ടായിട്ടുള്ളത്, ആ കാര്യങ്ങൾ ഇനി ഏതൊരു പെണ്ണിന് മെഹനാസിന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരാൾക്കും ഇനി ഉണ്ടാവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നോക്കൂ, ഈ പെൺകുട്ടി മെഹനാസിന്റെ ജീവിതത്തിലേക്ക് വരുന്നു, വളരെ സന്തോഷകരമായിട്ടുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് വീഡിയോകൾ വരുന്നു. റിഫയ്ക്ക് സമാനമായിട്ടുള്ള പേര് സ്വീകരിക്കും. ആ പേരിലൂടെ ഈ പെൺകുട്ടിയും മെഹനാസും സോഷ്യൽ മീഡിയയിലൂടെ സജീവമായി നിൽക്കും. പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരാൾ എത്ര വേറൊരു വിവാഹം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ജീവിച്ചു പോകുന്നതിനോ ഒന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തിനാ അതിലൊക്കെ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പക്ഷെ റിഫയുടെ ഒരു കേസ് ഉണ്ട്. ആ കേസിൽ ഞാൻ ആ കുടുംബത്തിന്റെ കൂടെയാണ്. അത് അന്നും ഇന്നും എപ്പോഴുമാണ് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. എന്തുകൊണ്ട് ആ പെൺകുട്ടി ഇപ്പോൾ മെഹനാസിൽ നിന്ന് മടങ്ങുന്നു? അതിന്റെ കാരണമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ വിഷയം അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി വന്നിട്ട് പറയട്ടെ, ഞാനത് അംഗീകരിച്ചേക്കാം. കാരണം എനിക്കത് തെളിയിക്കാനോ പിടിക്കാനോ വഴികളില്ല. എനിക്കൊരിക്കലും അവരുടെ പേരോ വിവരങ്ങളോ പറയാൻ പറ്റില്ല. നാളുകളിൽ അവര് തന്നെ വന്നിട്ട് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നതല്ലാതെ അല്ലാത്തിടത്തോളം കാലം എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല. ഞാനിവിടെ മെഹനാസിനെയോ മെഹനാസിന്റെ കൂടെയുള്ള പെൺകുട്ടിയെയോ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുകയല്ല, മറിച്ച് റിഫയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, ആ സംഭവിച്ചതിന്റെ കുറച്ച് ശതമാനം ഈ പെൺകുട്ടിയുടെയും ജീവിതത്തിൽ സംഭവിച്ചു. ഈ പെൺകുട്ടിയുടെയും ജീവിതത്തിൽ സമാനമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും അറിയേണ്ട കാര്യങ്ങളാണ്. ഇതായിരുന്നു ആ പഴയ വീഡിയോ. ഈ ഒരൊറ്റ വീഡിയോൻ്റെ ബേസിലാണ്, കാരണം അന്ന് ഖാദർ ചോദിച്ച ഒറ്റ ചോദ്യത്രേ ഉള്ളൂ, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മറുപടി തരാം. ആരും മറുപടി ഒന്നും തന്നിട്ടില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം, അന്നത്തെ ആ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവരൊരു വീഡിയോ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ നോർമൽ കണ്ടീഷനിൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് പോയാൽ മതി. അപ്പം എന്ത് സംഭവിക്കും? ഇതുപോലെ അറ്റൻഷൻ കിട്ടില്ല, ആരും ശ്രദ്ധിക്കില്ല, ഇതുപോലുള്ള വ്ളോഗുകളൊന്നും കാണാൻ ആളുണ്ടാവില്ല. അപ്പോൾ അവിടെ ചെറിയൊരു കോൺട്രവേഴ്സി ഇതാക്കണം. അവനവൻ്റെ വ്യൂവേഴ്സിനോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാരണം ഇതാണ്, ടെലിഫോണോ വാട്ട് എവർ ബി ദ റീസൺ, ഇതാണ് റീസൺ വെച്ചാൽ അത് പറഞ്ഞാൽ മതി. അത് പറയുന്നതിന് പകരം പഴയ കേസ് ഖാദർ കരിപ്പൂടെ ഒരു കേസ് എടുത്തിട്ടുള്ള റീസൺ തന്നെ ആ മനസ്സിലുള്ളൊരു സംഭവമാണ്. ഇതുകൊണ്ടാണ് ഇവർ ഇതുപോലത്തെ ഒരു മറുപടി ആ ഒരു വ്ളോഗിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്തിട്ടുള്ള ആ ക്ലിപ്പിൻ്റെ അവരുടെ വ്ളോഗിൻ്റെ ബാക്കിയുള്ള പോർഷൻ പ്ലേ ചെയ്യാം കേട്ടോ. നെഗറ്റീവ് പറയണവരോട് ഒരു കാര്യം പറയാനുള്ളൂ. പുതിയ വർഷമായില്ലേ, ഞാൻ ഒന്നാം തീയതി തന്നെ പറയണമെന്ന് വിചാരിച്ച, പുതു വർഷമായില്ലേ, ഇനിയും വേണമെങ്കിൽ നന്നാണ്ടവർക്ക് നന്നാവാ. വെറുതെ വായി തലക്ക് ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന പൈസയൊന്നും ഒരിക്കലും പൈസയും അതൊന്നും ഒരിക്കലും മറക്കത്തിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് എന്താ പറയാ, നമ്മളെ പറ്റി ഇങ്ങനെ ഒരാള് ലൈഫിൽ വെച്ചിട്ട് എന്തിനു മറ്റുള്ളവർ പറയേണ്ട ആവശ്യം, മറ്റുള്ളവർക്ക് എന്തിനു വേറെ ഒരാളെ കാര്യം നോക്കി നടക്കേണ്ട ആവശ്യം, എന്തിനു എന്നെ വെച്ചിട്ട് ഫോക്കസ് ചെയ്യുന്നത്? എന്തുകൊണ്ട് ഒരു വ്യക്തി, അതായത് ഒറ്റൊരു ചാനലിൽ ഇങ്ങനെ എന്നെ ഫോക്കസ് ചെയ്യുന്നത്? അതിന്റെ അർത്ഥം നിങ്ങൾ സാധാരണ ഒരു ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ സാധാരണ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഉള്ളിലുള്ള ഇഷ്യൂ ആണെങ്കിൽ ഒരു പക്ഷേ ഈ രീതിയിലൊന്നും പബ്ലിക് കേരള പോലത്തെ ഇതുപോലത്തെ ചാനലുകളൊന്നും എടുത്ത് ചർച്ച ചെയ്യില്ല. ഇത് ചർച്ച ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഇയാളുടെ ലൈഫിൽ എന്താണ് പാസ്റ്റിലുണ്ടായിരുന്നത്, ആ കുട്ടിക്ക് എന്താ സംഭവിച്ചെന്നുള്ളൊരു സംഭവം. ഇത് സോഷ്യൽ മീഡിയ ഒരു കാലത്ത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അപ്പോൾ സാധാരണത്തിന് ആൾക്കാരെ പോലെ ഒരു കാരണവശാലും എനിക്കെന്തുകൊണ്ടോ പേഴ്സണലി, എനിക്ക് മാത്രമല്ല കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഇപ്പോഴും ഇവരുടെ കമൻറ്റ് ബോക്സിൽ ഇതുപോലെ നെഗറ്റീവ് കമൻറ്റ്സ്, ആ ഒരു ലേഡി പറഞ്ഞ പോലെ അവർക്ക് ഈ നെഗറ്റീവ് കമൻറ്റ്സ് വരാനുള്ള റീസൺ, പക്ഷേ ഒരു കാര്യം ഇത്രയൊക്കെ കമൻറ്റ്സ് വന്നാൽ അവർ പിടിച്ചു എന്ന് വേറെ കഥ. കാരണം വെച്ചാൽ അവർ ഒരു പ്രാവശ്യം അവരൊരു വീഡിയോ പോലും ചെയ്തിട്ടുണ്ട്, അവർക്ക് റിഫേനെ വെറുത്തു എന്ന് പറഞ്ഞിട്ട്. മനസ്സിലാക്കിയാൽ മതി അവരുടെ ഉദ്ദേശം എന്താ. ചിലവര് നമ്മടുത്ത് പറഞ്ഞ് വീഡിയോ ഞാൻ വേണമെങ്കിൽ എടുത്തരാം, നിങ്ങൾ അതിനുവേണ്ടി റിയാക്ട് ചെയ്യണം. കുറക്കുന്ന പട്ടീന്റെ ബാക്കിൽ പോയിട്ട് ശീലില്ല കൈസ്. അങ്ങനത്തെ അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണത്തിനൊക്കെ റിയാക്ട് ചെയ്യണം, അതൊക്കെ മടിച്ചു.
കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ നമ്മളെങ്ങനെയാണോ അത് ഞമ്മക്കറിയാം. അല്ലാണ്ട് നമ്മളെ തിരുത്തിയിട്ട് അങ്ങനെ തിരുത്താനും കുറേ കാര്യങ്ങളുണ്ട് തിരുത്തിയിട്ട് ബാക്കിൽ വരാൻ. മനസ്സിലായി? സ്വയം തിരുത്തുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ വേറുള്ളവരെ തിരുത്താതെ നമ്മൾ സ്വയമായിട്ട് നമ്മൾ തിരിച്ച് ഒന്ന് ചിന്തിക്കുക, നമ്മുടെ പാസ്റ്റ് എന്താണെന്നുള്ളത്, നമ്മുടെ ലൈഫ് എന്താണെന്നുള്ളത് കേട്ടോ. ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവർ തമ്മിൽ വി ഗോട്ട് സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കുക. അത് പ്രശ്നം തീർന്നു, അത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഞങ്ങൾ തമ്മിലിപ്പോൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് തീർന്നു എന്ന് പറയുന്നതിന് പകരം അല്ലെങ്കിൽ അത് മുണ്ടാതിരിക്കുന്നതിന് പകരം ഇതുപോലെ രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് പല സൈഡിൽ നിന്നുള്ള വിമർശനങ്ങൾ വരുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കിൽ ഞാൻ പോവാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടപ്പോ തന്നെ കുറെ പേര് നമ്മുടെ ഇൻസ്റ്റ നോക്കണവര് പറഞ്ഞ് അവരിപ്പോഴും പോസ്റ്റ് ഉണ്ടല്ലോ, ഡിലീറ്റ് ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ. ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പം കുറെ കാലം ഇങ്ങനെ പോകുന്നിടത്ത ആൾക്കാരിൽ ഇങ്ങനെ ഡൗട്ട് പറയുന്നോണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു സംഭവം. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഞാൻ പറഞ്ഞ് കുരക്കേണ്ട പട്ടികൾ കുറച്ചുകൊണ്ടിരിക്കും. അതിന്റെ ബാക്കിൽ നമ്മൾ ചില സമയം അതിനെ കല്ലെറിയാനോ അല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ പോയിട്ട് വെറുതെ എന്തിനു സമയം കളയുന്നു, അതിനൊന്നും എന്നെ കിട്ടാല. കാരണം ഞാൻ മറ്റുള്ളവർക്ക് റീച്ച് ആയി കൊടുക്കാനുള്ള അതിനൊരു കണ്ടന്റ് ഉണ്ടാക്കി അതിന്റെ ബാക്കിൽ നടക്കാനുള്ള ഒരു സമയം നമുക്കില്ല. കാരണം പിന്നെ ഇപ്പോൾ ചെയ്തതാണ് ശരിക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കൽ, മിണ്ടാതിരുന്നാൽ. പക്ഷെ അത് ഉള്ളുകൊണ്ട് നിങ്ങൾക്ക് വേണം. ഇവര് കാര്യം മാത്രമല്ല കേട്ടോ, ഉള്ളുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ആരും ചാരിറ്റിക്ക് വീഡിയോസ് ചെയ്യുന്നില്ല, എല്ലാവർക്കും റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ആ റീച്ചിന് വേണ്ടിയിട്ടുള്ള ടാക്ടിക്സ് ഓരോരുത്തരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമല്ലോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് ഒഴിവാക്കാം. അതിനൊന്നും ആവശ്യമില്ല. അവർക്ക് ഈ ഒരു അനാവശ്യമായിട്ടുള്ള കോൺവെർസേഷൻ്റെ കാര്യമില്ല. അപ്പോൾ മനസ്സിൻ്റെ ഉള്ള ആ സംഭവം കിടക്കുന്നുണ്ട്. ഓൺ ദ സെയിം ടൈം ഇവർക്ക് എല്ലാവർക്കും വേണ്ട റീച്ച് തന്നെയാണ്. സ്വയം റീച്ച് ഉണ്ടാക്കിയതാണ് സത്യത്തിൽ. ഞാൻ ഒന്നാമത് പണീൻ്റെയും കാര്യത്തിൻ്റെ ഒക്കെ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്ന മാത്രം നിങ്ങൾ വിശ്വസിക്കുക. മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെ കാര്യമാക്കിയിട്ട് അതിന്റെ ബാക്കിൽ വെച്ച് ചോദിക്കാൻ വരല്ലേ. അങ്ങനെ ഒരാള് എന്തെങ്കിലും വീഡിയോ ഉണ്ട് അവരോട് പോയി ചോദിക്കുക, അവരെ കുടുംബത്തിന്റെ കഥ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. അല്ലാണ്ട് നമ്മൾ തമ്മിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. അത് മറ്റുള്ളവരിൽ കേട്ടിട്ടല്ല വരേണ്ടത്. ഓക്കെ, അങ്ങനെ വരുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല റിപ്ലൈ കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിൽ പറയാൻ നിൽക്കില്ല. അതിനുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യാൻ നിൽക്കില്ല. കാരണം അങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്ന് ചെയ്തിട്ട് സമയം കളയാനൊന്നും എനിക്കിപ്പോൾ സമയമില്ല ഗൈസ്. അപ്പം യെസ്, അങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് സമയം കളയാൻ മൂപ്പർക്ക് സമയമില്ല. ഒരു കാര്യം ചെയ്യാം, സബ്സ്ക്രൈബേഴ്സിനോടാണ്, അവരുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് നിങ്ങൾ ഈ ചെയ്ത ചോദ്യങ്ങൾ അവരോട് ചോദിക്കാതിരിക്കുക. നിങ്ങളൊന്നും താല്പര്യമില്ല അവർക്ക്, നിങ്ങളെ കേൾക്കാനോ നിങ്ങളെ കാര്യങ്ങൾ പറയാനോ താല്പര്യമില്ല. പക്ഷെ അവരുടെ വീഡിയോ കാണാൻ പിന്നെ അവർക്ക് നിങ്ങളെ വേണം. പക്ഷേ കമൻറ്റ് ചോദിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഇതുപോലെ ചോദിക്കാനോ എന്നുള്ള ഒരു, ഞാൻ പറയുന്നത് മറ്റേ കമൻറ്റോളികളല്ല കേട്ടോ. അപ്പോൾ ഈടായിട്ട് നമ്മൾ കുറച്ച് കമൻറ്റോളികളൊക്കെ കാണുന്നുണ്ടല്ലോ, അതുപോലെയല്ല. അവരുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവരോട് ചോദിക്കുന്ന ആൾക്കാരെ, ഇതുപോലെ എന്തുകൊണ്ട് അത് ഇതെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിനൊന്നും അവർക്ക് താല്പര്യമില്ല. കാണാൻ ആൾക്കാരെ താല്പര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത്ര തന്നെയുള്ള വീഡിയോ. അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.